നമസ്കാരം. 2020 നിന്ന് രാജിവെച്ച എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അസ്ലഫ് പാറേക്കാടനാണ് ഇന്ന് എൻ്റെ ഒപ്പം ചേരുന്നത്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എൻ്റെ ഒരു ആറ്റം ബോംബുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയ ഒരു വ്യക്തിയാണ് സാബു ജേക്കബ്. പിന്നീട് ഒരു ആറ്റം ബോംബും പുറത്തുവിട്ട് നമ്മൾ കണ്ടില്ല. അതിനുശേഷം ഇപ്പോൾ കോലഞ്ചേരിയിൽ നടത്തിയ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ശ്രീനിജൻ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വന്നു. അതുപോലെ രാജീവ് തലയിൽ മുണ്ടിട്ട് വന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്നിനും തെളിവില്ല എന്നുള്ളതാണ്. ഇതില് ഞാൻ പുള്ളിയോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ കിട്ടിയ അവസരങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാലും പുള്ളി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളി പഴയ കാര്യങ്ങൾ ഒരുപാട് പറയും. പുള്ളിയുടെ കുറെ പൊങ്ങച്ചങ്ങൾ പറയും, എല്ലാം പറയും. നമ്മൾ കേട്ടിരിക്കുമ്പോൾ പുള്ളി, ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളി ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ കേരള മുഖ്യമന്ത്രിയാണ്. ഇനിയിപ്പോ നാളെ കേരള മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ അല്ല, ശൈലജ ടീച്ചർ ആണെങ്കിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും. പുള്ളി ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണത്, പൊസിഷനാണത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകൾക്കെതിരെ പുള്ളി പല ആരോപണങ്ങളും പറയും. അതിന് തെളിവുണ്ട്, ഒരു തെളിവില്ല. ഇപ്പൊ പുള്ളിയുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പുള്ളി പറഞ്ഞൊരു കാര്യങ്ങള്, എന്റെ വീട്ടില് ഇരുന്നു കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ തങ്ങള് അദ്ദേഹം പല നിർണായക തീരുമാനങ്ങൾ, അതായത് എന്താണ് നമ്മുടെ ഇബ്രാഹിം കുട്ടിക്കെതിരെയുള്ള നടപടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം വിഷയം വന്നപ്പോ അത് ചർച്ച ചെയ്തത് എന്റെ വീട്ടിലിരുന്നിട്ടാണ്. അന്ന് ഇവിടെ ചികിത്സയിലാണ്, അച്ഛനുള്ള കാലഘട്ടമാണ്, അന്ന് തിരുമല്ലിൽ ചികിത്സയിലാണ് എന്ന് പറയാറുണ്ട്. എന്റെ അടുത്ത് ഇന്ന ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, എന്റെ അടുത്ത് ഇന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വന്നിട്ട് എന്റെ പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു വ്യവസായിയാണ്. അപ്പൊ അദ്ദേഹം പാർട്ടി ഫണ്ടുകളൊക്കെ പല സമയത്തും കൊടുത്തിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. നമ്മളിപ്പോ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ. ഇപ്പൊ പുള്ളി എല്ലാപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല 10 പൈസ പിരിക്കല കാര്യങ്ങൾ. പുള്ളി ഇപ്പോ ക്രൗഡ് ഫണ്ടിങ് അനൗൺസ് ചെയ്തു. ക്രൗഡ് ഫണ്ടിങ് മാത്രമല്ല, ഇപ്പോ കിഴക്കമ്പലം പ്രദേശത്തും മഴുവന്നൂരും ഒക്കെ ഫണ്ട് പിരിക്കാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴുവന്നൂർ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. മഴുവന്നൂര് പഞ്ചായത്തിന്റെ വണ്ടിയിൽ കയറിക്കൊണ്ട് 2020 വേണ്ടി ഫണ്ട് പിരിക്കാനായിട്ട് വ്യവസായികളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ ഫണ്ട് കൊടുത്തില്ല. അത് വലിയ പ്രശ്നമായി, ഒച്ചപ്പാടും പോലെ. അവർ CSR ഫണ്ട് കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഈ വന്ന് പഞ്ചായത്തിന്റെ പേര് പറഞ്ഞാൽ ഒരുപാട് ഫണ്ട് പിരിക്കുന്നുണ്ട്, അതൊക്കെ വേറെ വിഷയം. അത് അഴിമതിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പിരിക്കുന്നുണ്ട്. ഈ ഫണ്ട് പിരിക്കാൻ ചെന്നപ്പോൾ 2020 ഫണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പുള്ളിയുടെ ചെവിയിലെത്തിയപ്പോൾ പുള്ളി പറഞ്ഞത്, മാർച്ച് കഴിയുമ്പോൾ ലൈസൻസ് പുതുക്കാൻ വരുമല്ലോ, നമുക്ക് അവന്മാരെ അപ്പോ നോക്കാന്ന് പറഞ്ഞത്. അപ്പൊ പുള്ളി പറയുന്നതും പ്രവൃത്തി വേറെ. പുള്ളിയുടെ പല പ്രശ്നങ്ങളും പറയുന്നില്ലേ, പൈസ പിരിക്കില്ലാന്ന്. പുള്ളി ഇപ്പൊ പൈസ പിരിക്കല്ലേ, ചെയ്യുന്നില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മള് പുള്ളി പറഞ്ഞു, ഞാൻ ഈ പുള്ളി ഇത് പറയുമ്പോ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പുള്ളിയോട് ചോദിക്കാത്ത ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ ഒരാൾക്ക് രേഖയില്ലാതെ പണം കൊടുത്തു എന്ന് പറയുന്നു, ആ പണം ത്രൂ അക്കൗണ്ട് ആണോ കൊടുത്തത്? ഞാൻ രാഹുലിന് പണം തന്നാൽ ത്രൂ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ രാഹുൽ എനിക്ക് ത്രൂ അക്കൗണ്ട് ആണെങ്കിൽ അത് അക്കൗണ്ടഡായി. നമ്മൾ അടുത്തത് തവണ നമ്മുടെ IT ഫയൽ ചെയ്യുമ്പോൾ, IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ബൾക്ക് എമൗണ്ടിന് ഞാൻ സോഴ്സ് കാണിക്കണം. ഈ സോഴ്സ് കാണിക്കാൻ മാത്രമല്ല, അയാൾ എനിക്ക് എന്തിനാ തന്നേന്ന് പറഞ്ഞു. കോഴപ്പണമാണ് പുള്ളി കൊടുത്തെങ്കിൽ പുള്ളി പറയുന്നത് പുള്ളി കോഴ കൊടുത്തു എന്നാ. ഇനി ആർക്ക് തന്നെയാവട്ടെ, പുള്ളി, ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ കുറച്ചു കഴിയുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ VD സതീശൻ സീറ്റ് ചർച്ച നടത്തി എന്ന് പറഞ്ഞ പുള്ളിയാ. എന്ന് സതീശനായിട്ട് തെറ്റുന്നോ, കോൺഫ്ലിക്ട് വരുന്നോ, പുള്ളി അത് പറയും. എന്ന് മുരളീധരനായിട്ട് തെറ്റുന്നോ, മറ്റേ മുരളീധരനായിട്ട് മുരളീധരനായിട്ട് തെറ്റുന്നോ അന്ന് പറയും. എന്ന് അൻവർ സാദത്ത് MLA ആയിട്ട് തെറ്റുന്നോ അന്നത് പറയും. അല്ലെങ്കിൽ എന്ന് മറ്റേ ബാബുവായിട്ട് തെറ്റുന്നോ, തൃപ്പൂണിത്തുറ MLA അല്ലെങ്കിൽ അവിടെ മത്സരത്തിൽ രംഗത്തേക്ക് അപ്പൊ അത് പറയും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം സാബു ജേക്കബിനോടാ. സാബു ജേക്കബ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പണം കൊടുത്തതിന്റെ രേഖ വേണം, അതായത് ആ ത്രൂ അക്കൗണ്ടാണ് രേഖ വേണം. ഇനി അതല്ല, രണ്ടാമത്തെ കാര്യം, അക്കൗണ്ട് അല്ല ലിക്വിഡ് മണിയാണ് കൊടുത്തതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് ലിക്വിഡ് മണി കൊടുക്കാനുള്ള നിയമവശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സാബു പറയണം. ആ ലിക്വിഡ് മണി കൊടുത്തെങ്കിൽ അത് ഏത് സോഴ്സിൽ നിന്ന് കൊടുത്തെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ സാബുവും ജേക്കബ് കൊടുത്തത് കള്ളപ്പണമാണ്. അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാബുവും ജേക്കബിനുള്ള കയ്യിലുള്ള കള്ളപ്പണമായിരിക്കണം ഇവർക്ക് കൊടുത്തത്. അപ്പൊ എന്ത് ആരോപണവും പറയാം, അതായത് സാബു ജേക്കബിന് എന്തും പറയാം, അതിന് തെളിവുകളൊന്നുമില്ല. തെളിവ് പറയട്ടെ, അതല്ലേ വേണ്ടത്. പിന്നെ സാബുവും ജേക്കബിന്റെ വീട്ടില് CCTV ഉണ്ട്, ഫുള്ള് CCTV, ചുറ്റും CCTV, കുറെ ഗൺമാന്മാരും ഗുണ്ടകളും എല്ലാം ഉള്ള സെറ്റപ്പാ. സാബുവും ജേക്കബിന്റെ കമ്പനി കംപ്ലീറ്റ് CCTV. ഈ 2 സ്ഥലങ്ങളിലും ആര് വന്ന് എന്ത് ചെയ്താലും സംസാരിച്ചാലും അതിന്റെ സൗണ്ട് മുതൽ അതിന്റെ വീഡിയോ പ്രൂഫ് വരെ പുള്ളിയുടെ ഉണ്ട്. പുള്ളി അതല്ലേ ചെയ്യണ്ടേ, പുള്ളി അതിനെ പണിക്ക് കേൾക്കണേ. അപ്പൊ പുള്ളിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അതിന് പുള്ളി പിന്നീട് പുള്ളി അതിന് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, മറുപടി പറയണ്ട. അത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മറുപടി പറയണം എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ഇതേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു, കയ്യിലുള്ള ഉണ്ടയൊക്കെ തീർന്നു. അതായത് പുള്ളി ഇപ്പൊ ഉണ്ടയില്ല വെടികളെ വെച്ചോണ്ടിരിക്കുന്നത്. അതായത് പുള്ളിക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടിയേക്കാണ്. പുള്ളിക്ക് അത് തുറന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് പണ്ടത്തെ പോലെ മറ്റുള്ളവരെ CSR ഫണ്ട് ലഭിക്കുന്നില്ല. അത് വലിയൊരു ബാധ്യതയായി മാറും. പഞ്ചായത്തിന് പുറത്തേക്ക് പോയി, കിഴക്കമ്പലം പഞ്ചായത്ത് കഴിഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ഇന്നിപ്പോ കുന്നത്നാട് മണ്ഡലം വിട്ട് ആലുവ മണ്ഡലം, ഞാൻ പറഞ്ഞില്ല, ആലുവ മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകള് അല്ലെങ്കിൽ 4 പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പില്ല പുള്ളി. അപ്പൊ ഈ ഉണ്ടയില്ല എവിടെയാ പുള്ളി വെക്കുന്നത്?
അപ്പൊ ഇനിയുള്ള സമയത്ത് പുള്ളിക്ക് ഈ പുള്ളിയുടെ വികസനം, ഞാൻ പറയാം വികസന കാഴ്ചപ്പാട് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ അത് ഞാൻ അടുത്തേക്ക് വരാം. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റില്ല, ഒരു പരിധിയോട്ടുള്ള വികസനമില്ല. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ 2020 പാർട്ടി ഇപ്പൊ പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, BJP, ഇങ്ങനെയുള്ള പാർട്ടികളുണ്ട്. ഇവര് കുടുംബയോഗങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോ ഇലക്ഷൻ മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2020 എന്നേ ആരംഭിച്ചു. 2020 ഒരു 4-5 മാസം മുമ്പ് തന്നെ കുടുംബയോഗങ്ങൾ ആരംഭിച്ചു. അത് ആരംഭിച്ച് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. കോലഞ്ചേരിയിൽ ഇത്രയും നേരത്തെ, അതായത് ഒരു പ്രാദേശിക പാർട്ടി മാത്രമാണ്, അത് ഈ കിഴക്കമ്പലത്ത് മാത്രമല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഈ ഉണ്ടായ വെടികൾ കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയം പറയേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഈ പ്രാദേശിക പാർട്ടിക്ക് പിന്നുള്ള കാര്യം എന്താണ്? നമുക്ക് പൊതുസമൂഹത്തിൽ ശ്രദ്ധ നേടുക എന്നുള്ളതാണ്. ഇപ്പൊ ശ്രീനിജൻ MLA-ക്കെതിരെയുള്ള ആരോപണം പറയുമ്പോൾ ആ ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാരൻ മുഴുവൻ പ്രസംഗം കേൾക്കണം. ആ പ്രസംഗത്തിന് ഉടനീളം കോൺഗ്രസ് 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 എന്ന് പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാർ കള്ളന്മാരാന്ന് പറയുന്നുണ്ട്, അഴിമതിക്കാരാന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ആരോപണമുണ്ട്, ഞാൻ ജനപ്രതിനിധിയായിട്ടിരുന്ന ആളാ, ഇവിടെ ഉള്ള ജനപ്രതിനിധികളെ മുഴുവൻ പുള്ളി കുറ്റപ്പെടുത്തല്ലേ, ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെ കുറ്റപ്പെടുത്തല്ലേ. എനിക്ക് തൊഴിലുണ്ട്, ഞാനൊരു പ്രൊഫഷണലി ഞാനൊരു വക്കീലാണ്, എനിക്ക് ബിസിനസ് ഉണ്ട്, ഞാനൊരു മെമ്പറായിരുന്ന ഒരാളാണ്, ഇവിടെ മറ്റു മെമ്പർമാരുണ്ട്. ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാർ മുഴുവൻ 60% റോഡിന് കോഴ മേടിക്കണമെന്ന് പുള്ളി പറയാം. ഒന്ന് ആലോചിച്ചു, കേരളത്തിലെ മുഴുവൻ ആളുകളെ ജനപ്രതിനിധി പൊതുപ്രവർത്തകരെ അപമാനിക്കല്ലേ. ഈ 60% മേടിക്കുന്ന പുള്ളിയുടെ എന്ത് തെളിവുണ്ട്? ഒരു തെളിവില്ല. പുള്ളി എങ്ങനെയാണ് ഒരു വിവരാവകാശം? സാബും ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി ഒരു വിവരാവകാശം വെച്ച് ഇന്ന റോഡിന്റെ പേരിൽ ഇന്ന ജനപ്രതിനിധികൾക്ക് നേരെ പുള്ളി ആ വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെങ്കിൽ ശരി അല്ലെ? ഞാനിപ്പോ രേഖകൾ വെച്ച് പറഞ്ഞത്, ഞാനിപ്പോ രേഖകൾ കാണിച്ചു, ഞാൻ ഒരു ഉണ്ടയില്ലാ വെടികളൊന്നുമില്ല. എന്റെ കാരണങ്ങൾ വ്യക്തമാണ്. എനിക്ക് പറ്റിയ തെറ്റാണ് ഈ പറഞ്ഞ പോലെ 2020. പക്ഷെ ഞാൻ എന്റെ തെറ്റ് തിരുത്തുന്നു. ഈ രേഖകളാണ് എന്റെ തെളിവുകൾ. സാബും ജേക്കബിന് അങ്ങനെ തെളിവില്ല. അതാണ് കാര്യം. അപ്പൊ ആർക്ക് എതിരെ എന്തും പറയാം. അതാണ് നിലവിലെ സ്ഥിതി. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ 2020 വിടാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 2020 പ്രവർത്തകരുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ 2020യുടെ മെമ്പർമാരുടെ ഒരു പ്രശ്നം, ഇവരുടെ മേലൊരു അദൃശ്യ കരങ്ങളുണ്ട്, ഒരു പ്രഷർ ഉണ്ട്. അതായത് ഒന്ന്, ഇവർ ഈ ആനുകൂല്യങ്ങൾ എന്നുള്ളത് കൊണ്ട് കുറച്ച് ആളുകൾ നിന്നു. ഇപ്പൊ പക്ഷെ അതല്ല, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പോ ഈ കിറ്റൊക്കെ കൊടുക്കുന്നത് അറിയാലോ, ഈ താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണെന്ന് അവർക്കറിയാം. അതില് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ പൊള്ളത്തരം മനസ്സിലാക്കിക്കൊണ്ട് ഇത് മാറാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ഭീഷണിയുണ്ട്. ഇപ്പൊ മെമ്പർമാരായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദപ്പെടായിരുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളെ പുള്ളിക്ക് എതിർപ്പ് വന്നാൽ പുള്ളി അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കും, അല്ലെങ്കിൽ അവരെ ഓണറേറിയും. ഇപ്പൊ ഉദാഹരണത്തിന് പുള്ളിയുടെ ഒരു ഓർഡർ എന്താ വെച്ചാൽ 80% സ്ത്രീകളെ മാത്രം നിർത്താൻ പാടുള്ളൂ, സാധാരണക്കാരായ സ്ത്രീകളെ, വീട്ടിലെ സ്ത്രീകളെ മാത്രം നിർത്താൻ പാടുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ചെൽപ്പടിക്ക് നിൽക്കണം. പുള്ളി ഇതിന് പുറമെ നമ്മുടെ നാട്ടിൽ പുള്ളി ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്, ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. നമ്മള് പഞ്ചായത്തുകള് അതിന്റെ ആ ഫണ്ടിൽ നിന്ന് ഓണറേറിയം കൊടുക്കുന്നുണ്ട്. ആ ഓണറേറിയത്തിന് പുറമെ ഒരു 13,000 രൂപ വേറൊരു ഓണറേറിയം പുള്ളി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ കൺട്രോളിംഗ് ടൂളാണ്. ഇവര് ഒരു പണിക്കും പോകാൻ പാടില്ല, വേറെ ജോലിക്ക് പോകാൻ പാടില്ല. അവർക്ക് ഈ കിട്ടുന്ന 10-20,000 രൂപ മൊത്തം, അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് അവരുടെ കുടുംബം ചെലവ് നടന്നുകൊടുക്കും. സ്ത്രീകളാണ്. അപ്പൊ അവരുടെ മേലുള്ള പ്രഷർ പോയിന്റ് ആണ് പുള്ളിയുടെ ഈ പറഞ്ഞ ചോക്കിംഗ് പോയിന്റ് ആണ് ഈ പറഞ്ഞ ഓണറേറിയം. പക്ഷെ എന്നിരുന്നാലും പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് പല ആളുകളും മാറിയിരിക്കണം. വരും ദിവസങ്ങളിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള 2020 നേതാക്കന്മാർ ഇതിൽ നിന്ന് മാറും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മഴുവന്നൂർ, പ്രത്യേകിച്ച് മഴുവന്നൂർ പഞ്ചായത്ത്, കുന്നത്താട് പഞ്ചായത്ത്, ഈ 2 സ്ഥലങ്ങളിലുള്ള നിലവിലുള്ള 2020യുടെ നേതൃത്വം ഇതിന് വലിയ വിയോജിപ്പാണ്. അതുപോലെ മെമ്പർമാര് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇതിൽ നിന്ന് മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഈ പാർട്ടിക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അവർക്കുള്ള ഏറ്റവും വലിയ ചുമതല. അതായത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. എനിക്ക് എന്റെ വോട്ട് നോക്കിയിട്ടല്ല ജനങ്ങളെ സേവിക്കേണ്ടത്. എനിക്ക് ചിലപ്പോ എനിക്ക് വോട്ട് കുറവ് കിട്ടി, ഞാൻ ട്രയൽ ചെയ്ത വാർഡുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ആ ട്രയൽ ചെയ്ത വാർഡുകളിൽ ഫണ്ട് വെച്ച് വികസനം നടത്തിയ ആളാ ഞാൻ. എനിക്ക് ഞാൻ ജനപ്രതിയായിട്ടിരിക്കുമ്പോൾ കിഴക്കമ്പലം 15-ാം വാർഡ് മാത്രമാണ് ഉണ്ടായിരുന്നു. ഞാൻ ആ വാർഡിൽ 2ാം സ്ഥാനത്ത് പോയ ആളാ. പക്ഷെ ഞാൻ എന്റെ കാലയളവിൽ 30 ലക്ഷം രൂപ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പുള്ളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വികസന പ്രവർത്തനം നടത്തുമ്പോൾ അത് പുള്ളിയുടെ ഇഷ്ടത്തിന് മാത്രം 2020 ആളുകളായിട്ട് മാത്രമാണ് സഹകരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള സംവിധാനം, ത്രിതല പഞ്ചായത്തിൽ 3 മെമ്പർമാർ, MP, MLA, നമ്മൾ ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ആളുകളാണ്. അതാണ് ജനാധിപത്യം. പക്ഷെ പുള്ളി എങ്ങനെയാന്ന് വെച്ചാൽ MLA-യോടൊപ്പം പ്രവർത്തിച്ചാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. പുള്ളി ഫോട്ടോ എടുത്ത് വട്ടം ഇട്ടിട്ട് അവർക്ക് അയച്ച് ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ ഏജന്റുമാരെ വിടും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, MP-യോടൊപ്പം പോയാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. സംസ്ഥാന സർക്കാർ പദ്ധതികൾ വേണ്ട, MP ഫണ്ട് വേണ്ട, MLA ഫണ്ട് വേണ്ട. അതായത് പുള്ളി പറയുന്നത് പ്രവൃത്തി വേറെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, പുള്ളി കോലഞ്ചേരി പ്രസംഗത്തിൽ പുള്ളി മദ്യത്തിനെതിരെ സംസാരിച്ചു.
പുള്ളി പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞേക്കണ എന്താ, ഇലക്ഷൻ ആണ്, ഇലക്ഷൻ ഒരു യുദ്ധമാണ്, യുദ്ധക്കളമാണ്, ജയമാണ് പ്രധാനം, പണം കൊടുക്കേണ്ടോടത്തും മദ്യം കൊടുക്കേണ്ടോടത്തും കൊടുത്ത എന്താ കുഴപ്പമെന്ന് പറഞ്ഞ വ്യക്തിയാ. അത് മാത്രമല്ല, എന്നെ ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല, എന്നെ ഒരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിലെ പ്രമുഖരായ അല്ലെങ്കിൽ മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ, രാഹുലിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ രാഹുൽ പറയും, രാഹുൽ ഇന്ന ആളെ പരിചയപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ഇതാണ്, ഇന്ന ആളാണെന്ന് പറയും. ഇദ്ദേഹം ഒരാളെ പരിചയപ്പെടുത്തത് വലിയൊരു കള്ളവച്ചവടക്കാരനാ, ഒരുപാട് ബാറുള്ള ആളാ, നമ്മുടെ പാർട്ടി അധ്യക്ഷനാ, പരിചയപ്പെട്ടോളം പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ കുന്നത്നാട് പോലുള്ള പ്രദേശത്ത് ഈ പാർട്ടിയെ നയിക്കുന്ന ആൾക്ക് ബിസിനസ്, നമ്മളതിന് തെറ്റല്ല പറയണേ, ബിസിനസ് ഈസ് ബിസിനസ്, അത് അവരുടെ ബിസിനസ്. പക്ഷെ പുള്ളി അങ്ങനെ ഒരാളെ നിർത്തിക്കൊണ്ടാണ് പുള്ളി പറയുന്നത്. ഞാൻ ആ പ്രസംഗത്തില് നോക്കിയൊരു കാര്യം, ഈ ആളെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി ഈ കള്ള് കച്ചവടക്കാരെന്നൊക്കെ പറഞ്ഞാൽ കള്ള് കച്ചവടത്തിനെതിരെയും കള്ളിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളി ഞെരിപിരി കൊള്ളാം, അല്ലെ, കുറ്റബോധം. ഇതാണ് സാബുവും ജേക്കബ്. അഴിമതിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. പുള്ളിയുടെ അറിവിൽ പുള്ളിയുടെ ഒപ്പം നിൽക്കുന്ന ആരെങ്കിലും അഴിമതി ചെയ്ത് അത് ശ്രദ്ധയിൽപ്പെടുത്തിയ പുള്ളി നടപടി എടുക്കില്ല. മഴുവന്നൂർ പഞ്ചായത്തില് ആണെന്ന് തോന്നുന്നു, ഒരു വിദേശത്തെങ്ങോ UAE-ലെങ്ങോ ഒരു 4.5 കോടി രൂപ തട്ടിപ്പ് ചെയ്തിട്ട് ഒരാള് ഇവിടെ പുള്ളിയുടെ പഞ്ചായത്ത് മെമ്പറാ. ആ പഞ്ചായത്ത് മെമ്പറെ പറ്റി അവിടുന്ന് ആ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ആൾക്കാർ UAE-ന്ന് ഇവിടെ അന്വേഷിച്ചു വന്ന ആളന്വേഷിച്ചു വന്നപ്പോ പുള്ളിയുടെ അടുത്ത് പുള്ളി അറിയില്ലെന്ന് പറഞ്ഞു.